നമ്മൾ ഏറ്റവും കൂടുതൽ എക്സ്പെക്ട് ചെയ്ത ഒരു സാധനമായിരുന്നു നമ്മുടെ ഷാജി പാപ്പനും കുട്ടൻ്റെ ഒരു മൂന്നാമത്തെ വരവ് ആട്3 എന്ന് പറയുന്ന ആ സിനിമ. ഇപ്പോൾ കുറേ ആയിട്ട് തിയേറ്ററിൽ നല്ല സിനിമയില്ല, അങ്ങനെ വെയിറ്റ് ചെയ്ത് ആട്3 കണ്ടു. പേഴ്സണലി എനിക്ക് ഒരു ആവറേജ് ഫീലൊക്കെ കിട്ടിയുള്ളൂ ആട്3 എന്ന് പറയുന്ന ഒരു സിനിമ. നമ്മൾ ഈ രണ്ട് പാട്ടിനേക്കാളും കൂടുതൽ ഹ്യൂമർ അത്യാവശ്യം നന്നായിട്ട് വർക്കൗട്ട് ചെയ്യാവുന്ന ക്യാരക്ടേഴ്സ് ആണ്. പക്ഷെ ഇവിടെ ഹ്യൂമർ അത്യാവശ്യം കുറവ് തന്നെയായിരുന്നു. കാരണം ഒരു ജോണർ ഷിഫ്റ്റിംഗ് നടത്തിയിട്ടുണ്ട്, ഒരു ടൈം ലൈനും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. നല്ലൊരു കൺസെപ്റ്റ് തന്നെയായിരുന്നു, പക്ഷെ അത് വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുത്തിയില്ല എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. സിനിമയുടെ തുടക്കത്തിൽ നമുക്കറിയാം, ഈ പാസ്റ്റ് പ്രസന്റ് ഫ്യൂച്ചർ എന്നീ 3 ലൈനിലാണ് സിനിമ കഥ പറഞ്ഞു കൊടുക്കുന്നത്. എപ്പോൾ പോയാലും മണ്ടന്മാര് തന്നെയാണ്. അപ്പോൾ ആ ഒരു തോട്ട് നൈസായിരുന്നു. പക്ഷെ അത് ഹ്യൂമർ എന്ന് പറയുന്നതാണ് ഇതിന്റെ ഏറ്റവും USP എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഈ ഫ്രാഞ്ചൈസിലെ ആ ഒരു സംഭവം ഇവിടെ വേണ്ട രീതിയിൽ വർക്കായില്ല. സിനിമയിലെ ഫസ്റ്റ് ഹാഫ് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഓരോരുത്തരുടെ നമ്മളെ ഇഷ്ടപ്പെട്ട കഥാപാത്രങ്ങളുടെ ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിൽ കുറെ അത്യാവശ്യം നല്ല ഇൻട്രൊഡക്ഷൻ ഉണ്ട്. പഴയ ബാക്ക്ഗ്രൗണ്ട് സ്കോർ തന്നെ വെച്ചിട്ട് ഷാജി പാപ്പനാണെങ്കിലും അറക്കൽ അബു ആണെങ്കിലും ചാത്താൻ സേവിയർ ആയാലും ഗുണ്ടായാലും അങ്ങനെ കുറെ ഇൻട്രോസ് ഒക്കെ കഴിഞ്ഞിട്ട് പാസ്റ്റിൽ കുറച്ച് കാര്യങ്ങൾ കാണിക്കുന്നുണ്ട് രാജാക്കന്മാരുടെ. അവിടെ കോമഡി ഒന്നും വലിയ രീതിയിലൊന്നുമല്ല, ഒട്ടും വർക്കായില്ല. ഭയങ്കര ലാഗ് എനിക്ക് ഫീൽ ചെയ്തു. ഇന്റർവെൽ ആകുമ്പോഴേക്കും തന്നെ ഒരു മടുപ്പ് തോന്നി സിനിമയോട്. പിന്നീട് ആകെ എനിക്ക് തോന്നിയത് ഫസ്റ്റ് ഹാഫിൽ ഷാജി പാപ്പനും കൂട്ടുകാരും കൂടെ മന്ത്രവാദിനെ കാണാൻ പോകുന്ന സീനൊക്കെ അതിൽ അത്യാവശ്യം നന്നായി ചിരിച്ചു. പിന്നെ അതേപോലെ ഫസ്റ്റ് ഹാഫിൽ കുറെ അവിടെ ആയിട്ട് കുറെ ഹ്യൂമർ വർക്കായിട്ടുണ്ട്. പക്ഷെ കൂടുതലും വർക്കാകാത്ത കോമഡി തന്നെയായിരുന്നു. ഭയങ്കര ലെങ്ത് ആയി തോന്നി, ഭയങ്കര ലാഗ് എടുപ്പിച്ചു പാസ്റ്റ് സംഭവം. അത് കഴിഞ്ഞ് സെക്കൻഡ് ഹാഫിലോട്ട് ഡ്യൂഡൊക്കെ കയറി വന്നപ്പോൾ കുറച്ചുകൂടെ ബെറ്റർ ആയിരുന്നു. പക്ഷെ എന്നാലും ടോട്ടൽ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിലും ഒരു തൃപ്തി എന്ന് പറയുന്ന രീതിയിൽ എനിക്ക് കിട്ടിയില്ല എന്നുള്ളതാണ് ആട്3ന്റെ ഒരു പ്രശ്നം. പക്ഷെ സിനിമ അത്യാവശ്യം നല്ല കളക്ഷൻ അടിക്കുന്നുണ്ട്. കാരണം ഞാൻ പറഞ്ഞ പോലെ കുറെ സിനിമ തിയേറ്ററൊക്കെ കാര്യമായിരുന്നു, ഒരു സിനിമയൊന്നും ഇല്ല. അപ്പൊ ഫാമിലിയൊക്കെ നന്നായി അടിച്ചു ചെയ്യുന്നുണ്ട്, സന്തോഷം. പക്ഷെ ആ ഒരു നമുക്ക് പൂർണ്ണ സാറ്റിസ്ഫാക്ഷൻ എനിക്ക് സിനിമയിൽ കിട്ടിയില്ല എന്ന് വേണം പറയാൻ. കാരണം നല്ല കളക്ഷനൊക്കെ അടിക്കും, പ്രൊഡ്യൂസർക്ക് ഭയങ്കര അതൊക്കെ ആയിരിക്കും. കാരണം ബിഗ് ക്യാൻവാസിലാണ് സിനിമ കൊണ്ടുവന്നിരിക്കുന്നത്. ടൈം ലൈനും കാര്യങ്ങളൊക്കെ പാസ്റ്റൊക്കെ ആണെങ്കിൽ അത്യാവശ്യം പണിയുണ്ട്. അപ്പൊ അതൊക്കെ ചെയ്തത് പക്ഷെ വർക്കൗട്ട് എടുക്കാവുന്ന ഒരു തമാശകൾ ഉണ്ടായിരുന്നില്ല. പിന്നെ ഈ സിനിമയുടെ ക്ലൈമാക്സ് എനിക്ക് തോന്നിയത് അതൊരു പക്ഷെ സെക്കൻഡ് ഹാഫില് മുമ്പ് ഇന്റർവെല്ലിന് അത് സെറ്റ് ചെയ്താണെങ്കിൽ ഒറ്റപ്പാട്ടായിട്ട് എനിക്ക് തീർക്കായിരുന്നു, കുറച്ചുകൂടെ ബെറ്റർ ആകുമായിരുന്നു എന്ന് തോന്നുന്നു. കാരണം ഇനിയിപ്പോ ഒരു ആട്3യുടെ തന്നെ സെക്കൻഡ് പാർട്ട് വരുന്നതാണ് കാണിക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു അതിന് പകരം ആ ഒരു കൺസെപ്റ്റ്, ആ ഒരു പ്ലോട്ട് അങ്ങനെ എടുത്തിട്ട് സിനിമയുടെ ഫസ്റ്റ് ഹാഫിൽ അത് സെറ്റ് ചെയ്താണെന്നുണ്ടെങ്കിൽ സെക്കൻഡ് ഹാഫ് ആ കഥ ഈ അടുത്ത ഭാഗം ഇനി വരാനുള്ള കഥ സെക്കൻഡ് ഹാഫിൽ ആക്കിയതാണെങ്കിൽ നല്ല ഫണ്ണായിട്ടുണ്ടാവുമായിരുന്നു. ആ ഒരു ഫൺ എലമെന്റ് മിസ്സായിട്ടുണ്ട് ഈ സിനിമയിൽ. പിന്നെ ഇന്ദ്രൻസിന്റെ ചില തമാശകൾ നന്നായിട്ടുണ്ട്. അങ്ങനെ കുറെ അവിടെ ആയിട്ട് കുറെ ചിരിക്കാനൊക്കെ ഉള്ളതുണ്ട്. പക്ഷെ ഷാജി പാപ്പന്റെ എനിക്ക് തോന്നിയത് ഈ പ്രസന്റ് കാണിക്കുന്ന അവരുടെ ഒരു സംഭവം ഉണ്ടല്ലോ, അതൊക്കെ എപ്പോഴും പോലെ തന്നെ നല്ല കോമഡി ഉണ്ടായിരുന്നു. ഈ രാജാക്കന്മാരുടെ കാലത്തുള്ള കുറച്ച് കാര്യങ്ങളാണ് ബോറടിപ്പിച്ചത്. അപ്പൊ എന്തായാലും ആട്3 എനിക്ക് ഒരു ആവറേജ് മൂവി അല്ലെങ്കിൽ ഒരു പ്രാവശ്യം കണ്ടിരിക്കാവുന്ന മൂവി അത്രേ ഉള്ളൂ. നിങ്ങൾ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയും.